നിത്യപൂജയുള്ള ഒരു ക്ഷേത്രം എന്നതിലുപരി വളരെ സുത്യർഹമായ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. എല്ലാ മലയാള മാസവും വിവിധ വ്യക്തികൾ നടത്തി വരുന്ന ശ്രീഹരി നമ്പൂതിരി അവർകളാണ്. അദ്ദേഹം വളരെ നേരത്തെ സ്കൂൾ കലോത്സവത്തിൽ കലാപ്രതിഭ നേടിയ ഒരു ശരീരമൊക്കെ തന്നെ ആ രംഗത്തിന് വേണ്ടി അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. ശ്രീ അഭിനന്ദ് ദേവ്, ശ്രീ സഹദേവന്മാരായ ശ്രീ അഭിനന്ദ് ദേവിനെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം. ഉത്സവം ഇവിടെ നടത്തപ്പെടുന്നത് നാളെ വൈകുന്നേരം രാവിലെ മുതൽ ക്ഷേത്രത്തിലെ വിശേഷ പൂജകളും വൈകുന്നേരം ഘോഷയാത്രയും അത് കഴിഞ്ഞ് ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ പരിപാടികളിലെല്ലാം എല്ലാവരും കൃത്യമായി പങ്കെടുക്കുകയും ഘോഷയാത്രയിൽ മുഴുവൻ ആളുകളും പങ്കെടുത്ത് നമ്മുടെ ടൗണൊന്ന് പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ നമ്മുടെ ഘോഷയാത്ര മാറ്റിത്തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടത്തുന്നു. വേണ്ടി രാവിലെയും വൈകുന്നേരവും ഫുള്ളായിട്ട് ഇവിടെ തന്നെ പ്രവർത്തിക്കുകയാണ്. അതിന് പ്രത്യേക കൃതജ്ഞത അറിയിക്കുകയാണ് എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. അഭിനന്ദനെ ഒരിക്കൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നല്ല രീതിയിലുള്ള ഭക്തജനത്തിരക്കും എല്ലാം കൊണ്ടും ഒരു സമ്പൽ സമൃദ്ധി എന്ന് പറയുന്ന തരത്തിലുള്ള ഉത്സവം മാറ്റിയെടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിച്ചു. അതിനാദ്യമായി ഇതിന് സഹകരിച്ച ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ മാതൃസമിതി അംഗങ്ങൾക്കും ആ പരസ്പര ഭാവം നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ കലഹമുണ്ടാവുന്നത്, സംഘട്ടനമുണ്ടാവുന്നത്, അത് കൊലപാതകത്തിൽ കലാശിക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്കറിയാം, നമ്മളേറെ ചർച്ച ചെയ്തതാണ് വെറ്റിനറി കോളേജിലുണ്ടായ സംഭവം. ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പീഡിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്ത സംഭവം. രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം 6 ശത്രുക്കൾ നമ്മെ ഇങ്ങനെ വിരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അതിനെ വർഷം തോറും നടത്തിവരുന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങ് പരിപാടിയിൽ ഉത്സവത്തിൽ രക്ഷാധികാരി എന്ന നിലയിൽ ഞങ്ങളെ പാലേരി കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങളെ ക്ഷണിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വെള്ളമുണ്ടേ പ്രദേശത്തെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അയ്യപ്പ വിഷ്ണു ക്ഷേത്രം തന്നെയാണിത്. ഭജനമഠം തൊട്ട് ഈ ഉയർച്ചയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. അതിൽ മൺമറിഞ്ഞു പോയവരെ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. എല്ലാവരുടെയും കുട്ടികളായാലും പ്രായമുള്ളവരായാലും സ്ത്രീകളായാലും സഹോദരി സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് സർവ്വവിധ ആശംസകളും ആശംസിക്കുന്നു. അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട ദ്വീപുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഉത്സവത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ഒക്കെ വലിയ പ്രസക്തി. അക്കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട സന്തോഷ് മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമുണ്ട ശ്രീ അയ്യപ്പ വിഷ്ണു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഓരോ വർഷവും പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരു